JPC-യിലൂടെ കടന്ന് ഭരണപക്ഷ നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് പാർലമെന്റിലേക്ക് എത്തുന്നത്. പുതിയ രൂപത്തിൽ വരുന്ന ബില്ലിൽ 8 മണിക്കൂർ ചർച്ചയുണ്ടാകും. തുടർന്ന് പാസാക്കും. 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരക്കിട്ട് നടപടികൾ പൂർത്തിയാക്കാനാകും ശ്രമം. ബില്ല് പാസാക്കാനുള്ള അംഗസംഖ്യയുള്ളതിനാൽ സർക്കാരിന് ആശങ്കയില്ല. KCBC-യും CBCI-യുമൊക്കെ ബില്ലിനെ പിന്തുണച്ച സാഹചര്യത്തിൽ സർക്കാരിന് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. അതേസമയം കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. വഖഫ് ബിൽ ചർച്ചയിൽ CPM MP-മാർ പങ്കെടുക്കില്ല. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള 3 MP-മാർ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ പങ്കെടുക്കാനാവില്ലെന്ന് അറിയിച്ചു. NDA-യിലെ പ്രധാന ഘടകകക്ഷികളായ JDU-വും TDP-യും ഇനിയും പരസ്യമായി നിലപാട് അറിയിച്ചിട്ടില്ല. ബില്ല് പാർലമെന്റിലെത്തുമ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നാണ് JDU നേതൃത്വം പറയുന്നത്. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന KCBC ആവശ്യത്തോടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ബില്ലിനെ പിന്തുണച്ച് പ്രമുഖ ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിന് നേട്ടമായി. നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോടും പാർലമെന്റ് അംഗങ്ങളോടും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അഭ്യർത്ഥിച്ചു. ബില്ലിനെ പിന്തുണച്ച് ഞായറാഴ്ച കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ എഴുതിയ കത്തിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവും രംഗത്ത് വന്നിരുന്നു. നാഷണൽ ഡെസ്ക് ഷെക്യാന ന്യൂസ്.